GST പ്രാബല്യത്തിൽ വന്നതോടെ കശുവണ്ടി മേഖലയ്ക്ക് പുത്തനുണർവ്. ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിയുടെ നികുതി നേരത്തെയുണ്ടായിരുന്ന 9 നിന്നും 5 ആയി കുറച്ചതും സംസ്കരിച്ച കശുവണ്ടി പരിപ്പിന് നികുതി 5 ആയി നിലനിർത്തിയതും ഈ മേഖല പ്രതീക്ഷയോടെയാണ് കാണുന്നത്. 9.36% ഇറക്കുമതി ചെയ്തിരുന്ന തോട്ടണ്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന നികുതി. സംസ്ഥാനത്ത് 70% ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടി ആയതിനാൽ വലിയ നികുതി നേരത്തെ കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ GSTയിൽ അത് 5 ആയി കുറച്ചത് കശുവണ്ടി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കും. വർഷത്തിൽ 60 കോടിക്ക് മുകളിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന് ഇത് ഗുണം ചെയ്യും. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിലാണ് കശുവണ്ടി പരിപ്പിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് നിലവിലെ 5% നികുതി തുടരും. GST വന്നതിന് ശേഷം 5% നമ്മൾ IST കൊടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് പരിപ്പ് വിൽക്കുമ്പോഴും മറ്റുള്ള ഏതെങ്കിലും ബൈ പ്രോഡക്റ്റ് വിൽക്കുമ്പോഴോ കിട്ടുന്ന GST അവിടെ തട്ടിക്കഴിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാമെന്നുള്ളതുകൊണ്ട് അപ്പോൾ ബേസിക്കലി ഇമ്പോർട്ടിന്റെ പ്രൈസ് ടു 5% എക്സ്റ്റെൻഡ് ഇറ്റ് വിൽ കം ഡൗൺ. സോ ദാറ്റ് ഇസ് ആൻ അഡ്വാൻറ്റേജ് ഫോർ. പക്ഷേ വറുത്തതും ഉപ്പ് ചേർത്തതുമായ പരിപ്പിന്റെ നികുതി 5 നിന്നും 12 ആയി ഉയർത്തിയത് ചെറിയ തിരിച്ചടിയായി. കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വില ചെറിയ തോതിൽ ഉയരും. രാജ്യത്ത് എല്ലായിടത്തും ഒരേ നികുതി ആയതിനാൽ പരിപ്പ് കച്ചവടത്തിന് നിലവിലുള്ള ഇടനിലക്കാർ ഇല്ലാതാകും. നേരിട്ട് കച്ചവടം സാധ്യമാകുമ്പോൾ വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും അത് ഗുണം ചെയ്യും. കൊല്ലത്ത് നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.